നമ്മൾ വലിയ ആദർശം പറഞ്ഞ് വെള്ളത്തിലാകുന്ന രീതിയിലാണ് പോകുന്നത്. ഞാനൊരു സത്യം പറഞ്ഞു പോയി. സകല ആളുകളും കൂടെ തീവ്രവാദി, വിധവയാദി, അതുപോലെ ഇടത് പക്ഷത്തോടു കൂടി നിൽക്കുന്നവനും വലതുപക്ഷത്തോടു കൂടി നിൽക്കുന്നവനും ആയ എല്ലാ മുസ്ലിമും കൂടെ എതിര് ആ കണ്ണത്താനം പറഞ്ഞറിയാമോ? ഞാൻ 34 കോളേജുകളാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുത്തത്. എന്നിട്ട് അവന്മാരാരും എന്നോട് നന്ദി കാണില്ല. മറ്റുള്ള സമുദായങ്ങൾ എവിടെ കിടക്കുന്നു എന്നറിയണമെങ്കിൽ ഒരു ജനസംഖ്യയുടെ കണക്കെടുപ്പ് മാത്രം പോരാ, അതിനോടൊപ്പം സാമൂഹ്യ സാമ്പത്തിക സർവേ കൂടെ എടുത്താൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ കേരള കോൺഗ്രസിന്റെ ജനകീയ അടിത്തറയാണ് മുഴുവൻ ക്രിസ്ത്യാനിയാണ്. അവർ നയിക്കുന്ന ആരാണ്? ബിഷപ്പുമാരാണ്. അവരാരുടെ നന്മയ്ക്കാണ് ചെയ്യുന്നത്. അവർ അവരുടെ സമുദായത്തിന് വേണ്ടിയിട്ടാണില്ല. മറ്റു സമുദായങ്ങൾ കണ്ടില്ല. കഴിഞ്ഞ ദിവസം ലത്തീൻ സമുദായക്കാർ അവിടെ ബിഷപ്പുമാരെ ആലോചിച്ച് ചർച്ച ചെയ്യുകയാണ്, പത്രത്തിൽ എഴുതുകയാണ്, ഞങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടണം എന്ന് പറയുന്നുണ്ട്. ക്രിസ്ത്യൻ ലത്തീൻ സമുദായം കേരളത്തിൽ എത്രയുണ്ട്? ആ നാമമാത്രമായ ക്രിസ്ത്യൻ സമുദായം പോലും ഇവിടുത്തെ പഞ്ചായത്ത് തുടങ്ങിയപ്പോൾ പോലും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ ഭാവനാരൂപമായി കണ്ടുകൊണ്ട് പോലും അധികാരത്തിലെത്തുവാൻ വേണ്ടി അവർ ഇപ്പോഴേ ചരടുവരുത്തം തുടങ്ങിക്കഴിഞ്ഞു. നമ്മളാരും അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ അവകാശത്തിന് വേണ്ടി, രാഷ്ട്രീയ അവകാശത്തിന് വേണ്ടി പോരാടുന്ന സ്വഭാവമില്ല. നമ്മൾ ഓരോരോ അക്ഷരത്തിലും വിശ്വസിക്കും. ആ വിശ്വസിക്കുന്ന പാർട്ടിക്കാർ അവർ ആരെങ്കിലും നിർത്തും, അവർക്ക് വോട്ട് ചെയ്യും. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് അധികാരത്തിൽ ഈ അധസ്സിന് പ്രാതിനിധ്യം കിട്ടണം. ആ പ്രാതിനിധ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ പാർട്ടിയിലും നിങ്ങളുടേതായ അവകാശങ്ങൾ ഉന്നയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന വാർഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ, ആ വാർഡിന് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഞങ്ങൾക്ക് സീറ്റ് തരണം. അങ്ങനെ നമ്മുടെ സഹോദരി സഹോദരന്മാരെ അധികാരത്തിൽ ഏതെല്ലാം പാർട്ടിക്ക് ഏതെല്ലാം സ്ഥലങ്ങളിൽ എത്തിക്കാൻ സാധിക്കുമോ അതെത്തിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് അർത്ഥമില്ല. രാഷ്ട്രീയ പാർട്ടിയായി ഓരോരുത്തരും അവരുടേതായ ഭാഷയിൽ നിന്നുകൊണ്ട് തന്നെ പോരാടി അവരുടേതായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു സാമൂഹ്യ നീതി നേടാൻ സാധിക്കൂ. നിങ്ങളൊന്ന് ആലോചിക്കും, കോട്ടയം നിന്നെടുത്താൽ ചില സമുദായങ്ങളുടെ കുത്തകയാണ്, അത് ഞങ്ങളാണിവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുമ്പോട്ട് വരുമ്പോൾ അതല്ല ഞങ്ങളുണ്ടെന്ന് പറയാൻ മറിച്ച് ആരുമില്ല. അങ്ങനെ വന്ന് കോട്ടയത്തിൻ്റെ ആധിപത്യം ചില പ്രത്യേക ശക്തികളുടെ കയ്യിലായി. കാന്തപുരം എന്താ പറയണത്? അവിടെ ഇപ്പം കാന്തപുരം പറയണത് നോക്കി ഭരിച്ചാൽ മതി കേരള ഗവൺമെൻറ് എന്ന നിലയിലേക്ക് എത്തില്ലേ. സ്കൂളിലെ കുട്ടികൾക്ക് ഈ സൂംബ നൃത്തം ഗവൺമെൻറ് കൊണ്ടുവന്നു. ഗവൺമെൻറ് എന്ത് നിയമം കൊണ്ടുവന്നാലും അതിപ്പോൾ മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് ചെയ്തില്ല എങ്കിൽ അത് കുഴപ്പമായി. സൂംബയ്ക്ക് എന്താ കുഴപ്പം? നല്ലപോലെ ഡ്രസ്സിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയെല്ലാം രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു പരിഷ്കാരമാണ് ഈ ഗവൺമെൻറ് കൊണ്ടുവന്നത്. ആ ഗവൺമെൻറ് ഈ ഗവൺമെൻറ് കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഉടനെ കയറി മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിൽക്കുന്ന ഗവൺമെൻറ് എന്താണ്? അവർ ഇരിക്കാൻ പറഞ്ഞാൽ അപ്പം കടന്നുകൊടുക്കും. അതായ സ്ഥിതി. എന്തിനേറെ പ്രതി ഈയിടെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, എന്താണ് ഒരെണ്ണത്തിനുണ്ടായിരുന്നല്ലോ, സ്കൂൾ സമയങ്ങളിൽ മാറ്റം. സ്കൂൾ സമയങ്ങളിൽ മാറ്റം സർക്കാർ ഒരു കോടതി വിധിയെ പ്രകാരമാണ് ഇപ്പോൾ. അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം ഒരു മാന്യനും മര്യാദക്കാരനാണ്. ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ പരിഷ്കാരമില്ല, കോടതിയുടെ അടിസ്ഥാനത്തിൽ നിർദ്ദേശപ്രകാരം അതൊന്ന് ക്രമീകരിച്ചപ്പോൾ ഉടനെ സമസ്ത പറഞ്ഞെന്താണ്, അത് വേണമെങ്കിൽ പഠനത്തിൻ്റെ സമയമാറ്റം വേണമെങ്കിൽ
ഓണവും ക്രിസ്മസും അവധി കൊടുക്കുന്നതിൽ വെട്ടിച്ചുരുക്കി അത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഓണവും ക്രിസ്മസും വെട്ടിക്കുറക്കാം. ഇവരുടെ ഒരു അരമണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്യാൻ അവരുടെ വേദപാഠം പഠിക്കാനേ പോകാൻ അതൊക്കില്ല എന്ന് പറയുമ്പോൾ ഈ രാജ്യം എവിടെയാണ് അപ്പോൾ പോണത്? ഇവിടെ ആണ് മതേതരത്വം, ഇവിടെ മതാധിപത്യമായി കഴിഞ്ഞു. എന്തിനേറെ പറയുന്നു? VS അച്യുതാനന്ദൻ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് പറഞ്ഞു, അദ്ദേഹത്തിന് ഇപ്പോൾ ഓർമ്മയിലാടൊക്കെയാണ്, ആരോഗ്യമായിട്ടിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു 40ഓടുകൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാകും. അപ്പം അതുവരെ എത്തുന്ന കാര്യം വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ നമ്മുടെ നിയോജകമണ്ഡലങ്ങൾ നോക്കിയപ്പോൾ ആലപ്പുഴ 2 കുറഞ്ഞ്, അതായത് പ്രൊഡക്ഷൻ കുറച്ച് സ്ത്രീകളും പുരുഷനും കൂടെ ചേർന്ന്, നമ്മളില്ല ഹിന്ദുക്കളല്ലേ, ബോധം കുറവല്ല, നമ്മളങ്ങോട്ട് പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ ജനസംഖ്യ കുറഞ്ഞ് 2 സീറ്റ് കുറഞ്ഞു. അതേസമയം മലപ്പുറത്ത് 4 സീറ്റ് അങ്ങ് കയറി. അപ്പോൾ വാശിയായിട്ട് അവർ പ്രൊഡക്ഷൻ കയറ്റി ജനസംഖ്യ കൂട്ടി. എങ്ങനെ നടക്കുന്ന കാര്യം കൊണ്ട് പൊന്ന് പെങ്ങന്മാരെ പ്രൊഡക്ഷൻ കുറയ്ക്കല്ലേ, പണി പോക്കാം. നമ്മൾ വലിയ ആദർശം പറഞ്ഞ് വെള്ളത്തിലാകുന്ന രീതിയിലാണ് പോകുന്നത്. ഇനി എല്ലാവരായി പോകും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഇതിനുള്ള പരിഹാരമൊന്നും നമ്മളൊറ്റയ്ക്കല്ല. ഇവിടെ നായാടി തൊട്ട് നസ്രാണി വരെയുള്ള ഒരു കൂട്ടായ്മയാണ് വർത്തമാനകാലത്ത് അനിവാര്യമായിട്ടുള്ളത്. ആ കൂട്ടായ്മ ശക്തമാക്കാൻ പ്രത്യേകിച്ച് കോട്ടയത്തുകാർ. കാരണം നമുക്കത് നസ്രാണികളൊരു വെല്ലുവിളിയല്ല. അവർ കൂടെ നിന്നുകൊണ്ട് ഒരുപാട് കാര്യം അവർ ഒന്നിച്ചെന്ന് ഒരുപാട് കാര്യം സഹായിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ രാജ്യത്ത് ജനാധിപത്യമാണോ മതാധിപത്യമാണോ? ഇവിടെ മതാധിപത്യല്ലേ. മലപ്പുറത്ത് ഞാനൊരു യോഗത്തിന് പോയി. ആ മലപ്പുറം നിലമ്പൂരാണ്. ഞാനൊരു സത്യം പറഞ്ഞു പോയി. സത്യം പറഞ്ഞു പോയ ഉടനെ തന്നെ സകല ആളുകളും കൂടെ മുസ്ലിമിൽ അത് മുസ്ലിമിലെ തീവ്രവാദി, മിതവയാദി, അതുപോലെ ഇടത് പക്ഷത്തോടു കൂടി നിൽക്കുന്നവനും വലതു പക്ഷത്തോടു കൂടി നിൽക്കുന്നവനും ആയ എല്ലാ മുസ്ലിമും കൂടെ അന്ന് എതിര് കാന്തപുരായാലും തിരക്കില്ല, അല്ലാത്ത കാന്തപുരായാലും തിരക്കില്ല, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ എന്നെ കയറി അറ്റാക്ക് ചെയ്യും. ഞാനൊന്നും പറഞ്ഞില്ല. വയനാടുണ്ടോ? ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇല്ലാത്തതിൻ്റെ പറ്റി പറഞ്ഞപ്പോൾ അത് വർഗീയം പറഞ്ഞു എന്ന് പറഞ്ഞു എന്നെ ഹിംസിക്കാനിറങ്ങി. ചില ചാനൽ മുതലാളിമാർ ഇതേ ഇരിക്കുന്നു ഈ കുന്തം, ഇതിൻ്റെ ചാനൽ മുതലാളിയിൽ ഒരു 2 ചാനൽ മുതലാളി അയാൾ മരക്കച്ചവടക്കാരുണ്ട്. അവരുടെ ചാനലിൽ എന്നെ അങ്ങോട്ട് പോസ്റ്റമാട്ടം. അവർ വാദിയും പ്രതിയും എല്ലാം ഒന്നിച്ചിരുന്ന് തന്നെ ഞാൻ ഭയങ്കര കുഴപ്പമാണ് ചെയ്തെന്ന് പറഞ്ഞ് ചർച്ചയോട് ചർച്ച ചെയ്ത് 2 പെണ്ണും 4 ആണും കൂടെ ഇരുന്നുണ്ട്. ആ ചർച്ചയോട് ചർച്ച അടിച്ച് കസറി. ഒന്നുമില്ല, പറ്റിയില്ലെങ്കിൽ ഉടനെ തന്നെ വിദ്യാസാഗർ അപ്പുറം കൊണ്ടിരുത്തും. അയാൾക്ക് പണിയൊന്നുമില്ലാതിരിക്കാനില്ല. നമുക്ക് എന്തെങ്കിലും പറയാൻ ഉടനെ തമിഴ്പ്പെട്ടവനെ തന്നെ കൊണ്ടുവരും. പക്ഷേ മറ്റുള്ള ജാതി, ഒരു നായർക്കെതിരെയായിട്ട് നായരെ കിട്ടുക പറയാൻ, ഒരു ക്രിസ്ത്യാനിക്കെതിരെ ക്രിസ്ത്യാനി കിട്ടുക, മുസ്ലിമിനെതിരെ ഒരു മുസ്ലിമിനെ കിട്ടുക, നമുക്കെതിരെ എത്ര എണ്ണം കിട്ടും, അവരോട് ചർച്ച ചെയ്തു. പക്ഷേ മഹാനായ പിണറായി ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നതോടുകൂടി ഇവൻ്റെ എല്ലാം വായടക്കി, പിന്നെ നിർത്തി. ഞാൻ ആ പറഞ്ഞതിനകത്ത് കുറച്ച് ശരിയുണ്ട്, പറഞ്ഞത് ഇന്ന അർത്ഥത്തിലാണ് എന്ന് പിണറായി സഹാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചേർത്തല അവനൊരു സമ്മേളനത്തിൽ പറഞ്ഞതോടുകൂടി ഇവന്മാർ പിന്നെ മടങ്ങിക്കണം. ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ രാജ്യത്ത് വല്ലതും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ പുരോഗതിക്കൊണ്ടുള്ള ഒരു കാര്യം ചെയ്യാം, കായികമായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ സമയക്രമങ്ങൾ, അങ്ങനെ ഏത് കാര്യങ്ങളും തുടരണമെങ്കിൽ ഇന്ന് മലപ്പുറത്തുള്ള ആളുകളോട് ചോദിക്കാതെ സാധിക്കില്ല എന്നും അതിനൊരു പരിധിവരെയും ഗവൺമെൻറ് തലചായ്ച്ചു കൊടുക്കേണ്ട ദുരവസ്ഥയിലേക്ക് എത്തി. കാരണം അവരൊന്നായി ഇപ്പോൾ 8 സീറ്റിലായി.
18 സീറ്റ് ജയിച്ചിട്ടുണ്ട്. 20 സീറ്റ് ഇപ്പോൾ അവർക്കുണ്ട്. ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുക എത്രയാണ്? ഞങ്ങളുടെ ആ 2 സീറ്റ് വെച്ച് പറയണം, കാരണം ജയിക്കുന്ന സീറ്റ് വേണം. ഇനി ആ 2 സീറ്റ് വേണ്ട. അപ്പോൾ ആ ജയിക്കുന്ന സീറ്റ് കൂടെ മേടിച്ചാൽ 18-ഉം 2-ഉം 20. ഇനി 4 സീറ്റ് തെക്ക് കൂടെ വേണം. അതായത് മലപ്പുറത്ത് മാത്രമല്ല, മലബാർ പ്രദേശത്ത് മാത്രമല്ല, അവർ തിരുക്കൊച്ചി പ്രദേശത്ത് കൂടി 4 വേണം. അതുകൂടെ കിട്ടിക്കഴിയുമ്പോൾ ഇവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം അവർ കിട്ടും. അവർ കേരളം ഭരിക്കും, മുഖ്യമന്ത്രി അവരാകും. ഇങ്ങനെയുള്ള വളരെ തന്ത്രപൂർവമായ ശ്രമങ്ങളുമായി അവർ മുമ്പോട്ട് വന്നു. ഈ രാജ്യത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ രാജ്യത്ത് സമ്പത്ത് ആരില്ല, ഭൂമി ആരില്ല, പണം ആരെങ്കിലും, വ്യവസായം ആരില്ല. വ്യവസായങ്ങളെല്ലാം മുസ്ലിങ്ങൾ. പെട്ടിക്കട തൊട്ട് വലിയ കച്ചവടം വരെ അവരുടെ കയ്യിലായി. സമ്പത്ത് മുഴുവൻ അവിടെയായി. ഭരണം അവിടെയായി. അതുപോലെ ക്രിസ്ത്യാനികൾ ഇവിടെ തന്നെ ജനസംഖ്യയുടെ കണക്കെടുക്കുന്നു. ജനസംഖ്യയുടെ കണക്കെടുത്തോട്ടെ. ആ കൂട്ടത്തിൽ സാമൂഹ്യ സാമ്പത്തിക സർവേ കൂടെ എടുക്കണം. ആ സാമൂഹ്യ സാമ്പത്തിക സർവേ എടുത്താൽ മാത്രമേ ഈ രാജ്യത്ത് ഓരോ സമുദായത്തിൽപ്പെട്ട ആളുകളും എങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ, അതുപോലെ വ്യവസായ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ മറ്റുള്ള സമുദായങ്ങളിൽ എവിടെ കിടക്കുന്നു എന്ന് അറിയണമെങ്കിൽ ഒരു ജനസംഖ്യയുടെ കണക്കെടുപ്പ് മാത്രം പോരാ, അതിനോടൊപ്പം സാമൂഹ്യ സാമ്പത്തിക സർവേ കൂടെ എടുത്താൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇപ്പോൾ മാണി സാറിൻ്റെ മകൻ ചാടി പിടിക്കുന്ന റബ്ബറിനെ പറഞ്ഞു. റബ്ബർ മാത്രം പറഞ്ഞിരുന്നപ്പോൾ ആളുകൾ ആക്ഷേപം പറഞ്ഞു. ഇപ്പോൾ പുള്ളി കറിച്ച് നെല്ലും പറയാൻ തുടങ്ങിയിട്ടുണ്ട്, അല്പം തെങ്ങും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാം അധികാരത്തിൽ കയറിയപ്പോൾ നിങ്ങൾ ആലോചിക്കൂ, മാണി സാറിന് വളരെ സ്നേഹമാണ്. ഈ കേരള കോൺഗ്രസിൻ്റെ ജനകീയ അടിത്തറ ഏതാണ്? മുഴുവൻ ക്രിസ്ത്യാനിയല്ലേ? അവർ നയിക്കുന്ന ആരാണ്? ബിഷപ്പുമാരല്ലേ? അവരാരുടെ നന്മയ്ക്കാണ് ചെയ്യുന്നത്. അവർ അവരുടെ സമുദായത്തിന് വേണ്ടിയിട്ടാണെല്ലാം. അവർ സാമുദായിക ശക്തി സമാഹരിച്ചുകൊണ്ട് രാഷ്ട്രീയ ശക്തിയായി, രാഷ്ട്രീയ പാർട്ടിയായി, രാഷ്ട്രീയാധികാരം ഇവിടെ കയ്യേറുകയാണ്. കേരള കോൺഗ്രസിൻ്റെ ജനകീയ അടിത്തറ ഏതാണ്? ക്രിസ്ത്യാനികളാണ്. അതിന് മേമ്പൊടിക്ക് കുറുപ്പിൻ്റെ ചേട്ടൻ്റെ മകനെ കൊണ്ട് നിർത്തിയിട്ടുള്ളത് അത് കൊതി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, മതേതരത്വം പറയാൻ. ജോസഫിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാകും? ക്രിസ്ത്യാനിയല്ലാതെ വല്ലരും. ഇപ്പം ഇവരെല്ലാം രാഷ്ട്രീയപരമായി ഉയർന്നപ്പോൾ അവരാർക്കാണ് കൊടുത്തത്? ഇവരെല്ലാം കൊടുത്തതാണ്. MP ഫണ്ട് തന്നെ പരിശോധിച്ചു. ഈ ഫണ്ട് നമ്മുടെ ആളുകൾക്ക് കിട്ടണ്ടേ? ജോസഫ് കിട്ടിയപ്പോഴും ജോസഫ് ആർക്കാണ് കൊടുത്തത്? പള്ളിക്കൂടത്തിൽ അങ്ങേര് അദ്ദേഹം മന്ത്രിയായിരുന്നു. നമ്മുടെ ഒരു അന്തകനാണ്, വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ തകർത്ത അന്തകനാണ് BJS. അങ്ങേര് മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ സെക്രട്ടറി, വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു കണ്ണന്താൻ. ആ കണ്ണന്താനം പറഞ്ഞറിയാമോ, ഞാൻ 34 കോളേജുകളാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുത്തത്. എന്നിട്ട് അവന്മാരാരും എന്നോട് നന്ദി കാണിച്ചില്ല. എന്ത് പറയാം? അന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. 34 എടുത്തപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ശക്തമായി എതിർത്തപ്പോൾ ജോസഫ് പറഞ്ഞ് അങ്ങനെ എതിർത്താൽ ഞാൻ രാജിവെച്ചു പോകും. അങ്ങനെ രാജിവെച്ച് പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഗവൺമെൻറ് അനങ്ങില്ല. ആ 34 ഒറ്റടിക്ക് ഈ കണ്ണന്താനവും BJS ചേർന്ന് സ്വന്തം സമുദായത്തിന് കൊടുത്തു എന്ന് മാത്രമല്ല, ആ വിദ്യാഭ്യാസ പരിഷ്കാരം, ആ പരിഷ്കാരത്തിൻ്റെ രക്തസാക്ഷിയാണ് നമ്മൾ. ആദ്യം കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ കൊളറ കോൺഗ്രസ് ഉണ്ടാകുന്നത് തന്നെ ശങ്കറിനെ അധികാരത്തിൽ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് പിന്നെ വളരും തോറും വളരുകയും ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഈ രാഷ്ട്രീയ കക്ഷി അവിടെ ആർക്ക് വേണ്ടിയിട്ടാണ്? അവരൊറ്റ സമുദായത്തിൽ, ബേസിക്കലി അവരൊറ്റ സമുദായത്തിൽ. മുസ്ലിം ലീഗ് ആർക്ക് വേണ്ടിയാണ്? അവർ പറയുന്നുണ്ട് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിം കൂട്ടായ്മ എന്നാണ്. ആ മുസ്ലിം കൂട്ടായ്മയുടെ പേര് പാർട്ടി ഉണ്ടാക്കി. അവർ ഉപമുഖ്യമന്ത്രിയായി കേരളത്തിൽ. മുഹമ്മദ് കോയ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഇനി മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്.